ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ആവിയിൽ വേവിച്ചെടുത്ത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള രണ്ട് പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ചെറുപയറും അരിപ്പൊടിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് അളവ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ഇതാദ്യം ഒന്ന് 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരക്കപ്പ് അളവ് ചെറുപയറിന് ശരിക്കും 1 കപ്പ് അളവ് വെള്ളം കറക്റ്റ് പാകത്തിനായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് അളവ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊരു ഇത്തിരി കൂടി പറ്റുണ്ടാവാൻ വേണ്ടിയിട്ടാണ് 1/4 കപ്പ് അളവ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് 5 മിനിറ്റ് നേരത്തേക്കാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിനായിട്ടുള്ള ശർക്കര പാനി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് അളവ് ശർക്കര പൊടിച്ചതാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ആണിയായിട്ടുള്ള ശർക്കരയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 2 ആണിയൊക്കെ മതിയാകും. ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പാനിയാക്കാൻ വേണ്ടി വെക്കാം. ചേർത്ത് കൊടുത്ത ശർക്കര നല്ലപോലെ അലിഞ്ഞ് വന്ന് ഒന്ന് പതഞ്ഞ് വരുന്നത് വരെ മാത്രം ശർക്കര പാനി ചൂടാക്കിയാൽ മതി. ഇത് നേരത്തെ വീഡിയോയിൽ തയ്യാറാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കാത്തത്. ഇതാ ഇവിടെ നമ്മളുടെ ചെറുപയർ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും ഒരു ചെറിയ പറ്റുണ്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് 1/4 കപ്പ് അളവ് വെള്ളം ഒഴിച്ചത്. ഇനി ഇവിടെ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ചെറുതായി സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പിൻ്റെ അടുത്ത് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയതിൻ്റെ അളവൊക്കെ കൂടിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. അതും ചെറുപയറും നല്ലപോലെ യോജിച്ച് വരുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി മുഴുവനായിട്ടും തന്നെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആ ഒരു ശർക്കര പാനിയിൽ കിടന്നിട്ട് ആ ഒരു ചെറുപയറും തേങ്ങയും ഒന്ന് നല്ലപോലെ വിളയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് നല്ല ഫൈൻ ആയിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ്. അത് നമ്മൾ ആദ്യം 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അരിപ്പൊടിയുടെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാം. നമ്മളുടെ കൂട്ട് ഒരു ഡോ പരുവത്തിലാകുന്നത് വരെയാണ് നമ്മൾ ഇതിലേക്ക് അരിപ്പൊടി ചേർക്കേണ്ടത്. ആദ്യം ഞാൻ 1/4 കപ്പ് ചേർത്തു, വീണ്ടും ഇവിടെ 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എനിക്കിവിടെ ആവശ്യമായിട്ട് വന്നത് 1/2 കപ്പാണ്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ 1/2 കപ്പിനും 1/4 കപ്പിനും ഇടക്കായിട്ടാണ് അരിപ്പൊടി ആവശ്യമായിട്ട് വരിക. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഏലക്കാപ്പൊടി നിങ്ങൾക്ക് നേരത്തെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നതിന് ശേഷം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു ഈക്വൽ ആയിട്ടുള്ള ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സ്പാറ്റിലയിൽ എടുത്തിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഒരേ ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം തന്നെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ആ ഒരു ഈക്വൽ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ ഒരു സ്പാറ്റിലയിൽ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ തയ്യാറാക്കിയതിന് ശേഷം ഇതുപോലത്തെ ആപ്പിൾ റാപ്പറിൽ വെച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഷേപ്പ് കിട്ടും. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചെയ്താൽ മതി. ആ ഒരു റാപ്പറിൽ കുറച്ച് നെയ്യ് തടവുകയാണെങ്കിൽ ഒട്ടും തന്നെ പറ്റിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഷേപ്പ് കിട്ടും, അത്രേ ഉള്ളൂ. ഇനി അല്ല ഇതില്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്തൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. ഉരുട്ടിയിട്ട് വെറുതെ വെച്ച് ആവിയിൽ വേവിച്ചെടുത്താലും മതി. ഇത് കാണാനൊരു ഭംഗി ഉണ്ടാകുന്നു മാത്രം. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റീമർ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. നല്ലപോലെ ആവി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇറക്കി വയ്ക്കാം. ഏത് പാത്രത്തിലാണോ ഇറക്കി വയ്ക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം നല്ലപോലെ എണ്ണയോ നെയ്യോ തടവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം 5 മുതൽ 10 മിനിറ്റ് നേരത്തേക്കാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 10 മിനിറ്റ് നേരമാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പലഹാരമാണ്. കാണാനായാലും കഴിക്കാനായാലും ഒക്കെ രുചിയുള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ചക്ക ഉപയോഗിച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആവിയിൽ വേവിച്ചെടുത്ത ഒരു പലഹാരത്തിൻ്റെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പഴുത്ത ചക്കയാണ് എടുത്തിരിക്കുന്നത്. 12 ചോള ചക്ക എടുത്തിട്ടുണ്ട്. ഇത് വരിക്കച്ചക്കയാണ്. നിങ്ങൾക്ക് വരിക്കച്ചക്ക ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതിൽ നിന്ന് 2 ചോള ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ചോള ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സറിൻ്റെ ചെറിയ ജാറിലാകുമ്പോൾ ഈസി ആയിട്ട് അരഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിവിടെ ആ ഒരു ബാക്കി വന്ന 10 ചോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പേസ്റ്റ് ഉണ്ടാക്കി എടുക്കണം. ഇത് ഏകദേശം 1 കപ്പോളാണ് എനിക്ക് ചക്കയുടെ പ്യൂരി കിട്ടിയിരിക്കുന്നത്. ഇത് ഞാൻ അളന്ന് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം അളവ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്.
ഇനി ഒരു പാനിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നെയ്യിൽ നമ്മളുടെ ചക്ക ഒന്ന് വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒരു 2 മുതൽ 3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ചക്കയൊക്കെ നല്ല പോലെ വെന്ത് വരണം. അപ്പോൾ ദാ ഈ ഒരു പാകത്തിന് ഞാനിവിടെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കട്ടിയായിട്ട് വരും. ആ ഒരു പാകാവുന്നത് വരെയാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. നല്ലൊരു മണമായിരിക്കും ഈ ഒരു സമയത്തൊക്കെ. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് തേങ്ങ ചിരകിയതാണ്. ഞാനിവിടെ 1 കപ്പ് അളവ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടാനുസരണത്തിന് കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ട് നമ്മളുടെ ചക്കയായിട്ട് നല്ല പോലെ തന്നെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ചക്കയും ആ ഒരു തേങ്ങയും നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മധുരത്തിന് പാകത്തിന് പഞ്ചസാരയാണ്. നിങ്ങൾക്ക് പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. ആ ഒരു പഞ്ചസാര ആദ്യം ഒന്ന് മെൽറ്റായി ഒന്ന് കുറുകി വരണം. ആ ഒരു സമയം വരെ നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ എന്ത് പലഹാരം ഉണ്ടാക്കുമ്പോഴും നല്ല അടികട്ടിയായിട്ടുള്ള പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലത്തെ നോൺ സ്റ്റിക്ക് പാത്രമായാലും മതി. ഇത് നല്ലപോലെ കുക്കായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു 2 ചോള അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഏറ്റവും അവസാനം മാത്രം ഇട്ട് കൊടുത്താൽ മതി. അത് ഉടഞ്ഞു പോവാതെ നമുക്ക് കഴിക്കാൻ പാകത്തിന് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും അവസാനം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ ആദ്യം 1/4 കപ്പ് അളവ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കൂട്ട് പാകത്തിന് റെഡിയായോ നോക്കിയിട്ട് മാത്രം കൂടുതൽ അരിപ്പൊടി ചേർത്താൽ മതി. നല്ല ഫൈനായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതാ ഞാനിപ്പോൾ 1/4 കപ്പ് അളവ് അരിപ്പൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തു. അതൊരല്പം സ്റ്റിക്കിയായിട്ട് തോന്നുന്നുണ്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചിലപ്പോൾ നിങ്ങൾക്ക് പാകത്തിന് ആദ്യം തന്നെ റെഡിയായി കിട്ടും. എല്ലാം കൂടെ യോജിച്ച് വന്ന് ഒരു ഡോ പരുവത്തിലാകണം. ആ ഒരു സമയം വരെയാണ് നമ്മളിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്കിത് അരിപ്പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ റവ ഉപയോഗിച്ചും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ദാ ഇതുപോലെ ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് സഹായിക്കും. ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറിനാണ്. ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും ചേർത്തോളൂ. ഇനിയിപ്പോൾ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് തയ്യാറാക്കി എടുക്കേണ്ടത്. നല്ലൊരു കട്ടിയായിട്ടുള്ള കൂട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിൻ്റെ ചൂടൊക്കെ ഒന്ന് നല്ലപോലെ ആറി വന്നതിന് ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. അങ്ങനെ ഇന്ന ഷേപ്പ് എന്നൊന്നുമില്ല. റൗണ്ട് ആണെങ്കിൽ റൗണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ സ്ക്വയറോ എന്ത് രീതിക്ക് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ആപ്പിളൊക്കെ റാപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു കവർ ഉപയോഗിച്ചാണ്. ഇതാദ്യം നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കാം. അതിനുശേഷം ദാ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു ആപ്പിൾ റാപ്പർ കൊണ്ടുള്ള ഷേപ്പ് നല്ല ഡ്രസ്സാട്ടോ കാണാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ആ ഒരു ഷേപ്പിൽ തന്നെ അവർ വളരെ അട്രാക്റ്റഡ് ആവും. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് ഞാൻ ബാക്കിയുള്ളതും ഒക്കെ തയ്യാറാക്കി എടുക്കുകയാണ്. ശരിക്കും നല്ലൊരു കൗതുകം തോന്നുന്ന ഒരു ഡിസൈനാണ് ആ ഒരു ആപ്പിൾ റാപ്പറിൽ നമ്മളിതുപോലെ ഒന്ന് ചെയ്തെടുക്കുമ്പോൾ കിട്ടുക. കുട്ടികളൊക്കെ ശരിക്കും ആ ഒരു എന്താണത് സാധനം എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ എല്ലാം തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അത് ഒന്ന് ഇനി ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് സ്റ്റീമർ നല്ലപോലെ ആവി വന്നതിന് ശേഷം പാത്രം ഇറക്കി വയ്ക്കാം. പാത്രത്തിൽ ഒന്ന് എണ്ണയോ നെയ്യോ തടവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് നേരത്തേക്കാണ് ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റോളം ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ. ആ ഒരു മഞ്ഞ കളറും ആ ഒരു റാപ്പറിൻ്റെ ആ ഒരു ഡിസൈനും ഒക്കെ കൂടിയിട്ട് വളരെ രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ പലഹാരം ഇരിക്കുക. ആ ചെറുപയർ കൊണ്ടുള്ളതായാലും ഈ ഒരു ചക്ക കൊണ്ടുള്ളതായാലും 2 പലഹാരവും നല്ല സോഫ്റ്റ് ആയിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.